വന്നിട്ട് തലയിൽ താരം വന്നിട്ട് അത് വീണ് അത് മുഖത്ത് എവിടെയൊക്കെയാണോ വീഴുന്നത് അവിടെയെല്ലാം ചൊറിഞ്ഞ് വ്രണമായിട്ട് വരുന്നത്. ചിലർക്ക് അല്ലാതെ ബോഡിയിൽ അവിടെ ഇവിടെയും വട്ടത്തില് ചൊറിഞ്ഞ് പൊട്ടി വരുന്ന കേസസില് അപ്പൊ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നതാണ് കോമ്പിനേഷൻ ആണ്. സൗണ്ടഡ് ഫ്ലോ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ. എന്തിനാന്നറിയോ, തുടക്കത്തിൽ കൊടുക്കാം. ഈ ബ്ലഡിനകത്ത് വന്നിട്ടുള്ള ഇംപ്യൂരിറ്റീസ്, ആ കൊളസ്ട്രോള്, ആ അഴുക്കിനെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ആദ്യത്തെ തവണ നമ്മൾ കോമ്പിനേഷൻ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ടഡ് ഫ്ലോ ആഡ് ചെയ്യുന്നത് നല്ലതാ. അതായത് സോറിയാസിസ് പോലെയുള്ള അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഇതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉള്ളിലുള്ളതെല്ലാം പുറത്തൊന്ന് ക്ലീൻ ആയി പോവാനായിട്ട് ആദ്യം കൊടുക്കേണ്ടത് ക്ലെൻസിങ് നടക്കണം. ക്ലെൻസിങ് ഉള്ളുകൊണ്ട് നടക്കണം. ക്ലെൻസിങ് നടത്താൻ പറ്റുന്ന സപ്ലിമെന്റ് എന്തൊക്കെയാ നമുക്കെന്ന് വെച്ചാൽ ഹീമോ പ്ലസും ലിവാപിൾസും കരിഞ്ജീരകവും നമുക്ക് എന്താണ് നല്ലതാ. ക്ലെൻസിങ്ങിന് പറ്റിയ സപ്ലിമെന്റ്സ്. ക്ലെൻസിങ് എന്ന് വെച്ചാൽ എന്താ, വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി ക്ലീൻ ആക്കുക എന്ന് പറയുന്ന ഒരു പർപ്പസാ. അപ്പൊ ഇവര് വർഷങ്ങളായിട്ട് സപ്ലിമെന്റ് മെഡിസിൻ എടുത്തോണ്ടിരിക്കുവായിരിക്കും. ഈ സോറിയാസിസിനൊക്കെ ഭയങ്കര ചൊറിച്ചില്, ബ്ലഡ് വരിക, വെള്ളം ഞൊടിക്കുക, ഇതാണ് അവരുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യഘട്ടത്തില് ശുദ്ധീകരണം നടത്തണം. ശുദ്ധീകരണത്തിന് ലിവാപിൾസ്, ഹീമോപ്ലസ്, നമുക്ക് കരിഞ്ജീരകം ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. ദെൻ ചൊറിച്ചിലുള്ളവർക്ക്, അമിതമായ ചൊറിച്ചിലുള്ളവർക്ക് എന്ത് ആഡ് ചെയ്യാം, റിവൈറ്റലൈസർ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ അവർക്ക് കരിഞ്ജീരകം റിവൈറ്റലൈസർ കോമ്പിനേഷൻ ആകുമ്പോൾ ചൊറിച്ചിലിനകത്ത് നല്ല മാറ്റം വരും. സോ അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂട്ടത്തിൽ നിർബന്ധമായി കൊടുക്കണം നമ്മുടെ സ്കിൻ ക്യൂർ എന്ന് പറയുന്ന സപ്ലിമെന്റ്. സ്കിൻ ക്യൂർ ഇത് മെയിൻ ആയിട്ടും സ്കിൻ ഡിസീസ് ഉള്ളവർക്ക്, ഇത് സ്കിൻ ഡിസീസ് അമിതമായിട്ടുള്ളവർക്ക് ഇത് ബ്യൂട്ടി പ്രൊഡക്റ്റ് അല്ല. സ്കിന്നിനകത്ത് വരുന്ന പ്രോബ്ലംസ് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കിൻ ക്യൂർ നല്ലതാ. ചൊറിച്ചില്, ഗജചർമ്മം എന്നൊക്കെ പറയുന്ന ഇഷ്യൂസ് ഉണ്ടല്ലോ, അതിനെല്ലാത്തിനും നമുക്ക് സ്കിൻ ക്യൂർ പുരട്ടാൻ പറ്റുന്നതാ. അതേപോലെ ഡ്രൈ സ്കിൻ ഇല്ലേ, ഭയങ്കരമായിട്ട് ക്ലൈമറ്റ് വരുന്ന സമയത്ത് നന്നായി ഡ്രൈ ആയി വിണ്ട് കീറിയിട്ട് ചിലർക്ക് കയ്യിലൊന്നും എടുക്കാൻ പറ്റില്ല, കൈയുടെ വെള്ളയൊക്കെ പൊട്ടും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് സ്കിൻ ക്യൂറും ഹീമോപ്ലസ് നിർബന്ധമാ. സ്കിൻ ഡിസീസിനല്ല, ഏത് അസുഖത്തിനും ഹീമോപ്ലസ് ആഡ് ചെയ്തിരിക്കണം. കാരണം ക്ലെൻസിങ് ആണ് ആദ്യം നടക്കേണ്ടത് ബോഡിയിൽ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഹീമോപ്ലസ് ആഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ സ്കിൻ ക്യൂറും ഹീമോപ്ലസും മെയിൻ ആയിട്ടും സ്കിൻ ഡിസീസിന് ഗജചർമ്മം എന്ന് വെച്ചാൽ എന്താ, ആനയുടെ തൊലിയുടെ കൂട്ട് കട്ടിക്കിരിക്കുക. അത് ചിലർക്ക് അവിടെ വിണ്ടൊക്കെ കീറിയിട്ട് പെയിൻ വരാറുണ്ട്. അപ്പോൾ ഗജചർമ്മത്തിനും ഏറ്റവും നല്ലതാണ് സ്കിൻ ക്യൂറും ഹീമോപ്ലസ് എന്ന് പറയുന്നത്. ഇനി അത് കൂടാതെ സോറിയാസിന് മെയിൻ കോമ്പിനേഷൻ നമുക്ക് ഗട്ട് കറക്ഷൻ നടക്കണം. ഏതൊരു അസുഖമാണെങ്കിലും അത് മെയിൻ ആയിട്ടും സ്കിൻ ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ കുടൽ ഓക്കെ ആക്കി എടുത്താൽ മാത്രമേ നമുക്ക് ആ പറയുന്ന ഒരു ഫൈനൽ റിസൾട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ റിവൈറ്റലൈസർ എന്ന് പറയുന്നത്. അത് ചൊറിച്ചിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്കിൻ ഡിസീസ് ഉള്ള എല്ലാവർക്കും റിവൈറ്റലൈസർ ആഡ് ചെയ്യണം തുടക്കത്തിൽ, ആദ്യഘട്ടത്തിൽ. അപ്പം പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കോമ്പിനേഷൻ സ്കിൻ ക്യൂർ, ഹീമോപ്ലസ്, റിവൈറ്റലൈസർ, സൗണ്ടഡ് ഫ്ലോ, ലിവാപിൾസ്. എങ്ങനെ നോക്കിയാലും ഈ കോംപ്ലിക്കേഷൻ അങ്ങേയറ്റം വന്ന് നിൽക്കുന്ന ആൾക്കാർ ഒരു 5 ബേസ് പ്രൊഡക്റ്റ് വരും കേട്ടോ. കാരണം അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ എന്താ വേണ്ടേ, തുടക്കത്തിൽ അത് കൊടുക്കുക. എന്നിട്ട് അവർക്ക് റിസൾട്ട് ആയി വരുന്ന സമയത്ത് നമുക്ക് കോമ്പിനേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. സ്കിൻ ക്യൂർ, സോറിയാസിന്റെ ഒരു 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 എന്താ പറയുന്ന ഒരു 120 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കരിഞ്ജീരകം ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ന്യൂട്രിവീറ്റ് ആഡ് ചെയ്യണം. ന്യൂട്രിവീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും തുടക്കത്തിൽ നിങ്ങൾ നല്ല ഡിസീസ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ച് ഈ സ്കിൻ ഡിസീസ്, അലർജി ഇങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് തുടക്കത്തിലെ ന്യൂട്രിവീറ്റ് കൊടുക്കുമ്പോൾ ചിലർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക് ലൂസ് മോഷൻ വരുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് അങ്ങനെ മനസ്സിലാക്കണം. അത് നമ്മുടെ സപ്ലിമെന്റ് കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ ഗട്ടിന്റെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഗട്ട് കറക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ന്യൂട്രിവീറ്റയ്ക്ക് മുമ്പിൽ നിങ്ങൾ റിവൈറ്റലൈസർ കൊടുത്ത് ഗട്ട് കറക്ഷൻ നടത്തി കഴിയുമ്പോൾ പിന്നെ ന്യൂട്രിവീറ്റ് കൊടുത്തു കഴിയുമ്പോൾ ആണ് ഓക്കെ. ഇനി നമ്മുടെ സപ്ലിമെന്റ് എല്ലാം കഴിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം, ബുദ്ധിമുട്ടാണ്, വോമിറ്റിംഗ് വരുന്നു, ഇങ്ങനെയുള്ള കേസുകളിൽ ആ ക്ലയന്റിനെ ഒഴിവാക്കുവല്ല വേണ്ട. പകരം നിങ്ങൾ എന്ത് വേണം, ക്വാണ്ടിറ്റി കുറച്ച് യൂസ് ചെയ്യാൻ പറയണം. ഒരു 1/4 സ്പൂണൊക്കെ വെച്ച് അപ്പൊ പറയണം തുടക്കത്തിൽ അവരുടെ അടുത്ത്, ക്വാണ്ടിറ്റി കറക്റ്റ് അല്ലാത്തത് കൊണ്ട് റിസൾട്ട് വരാനായിട്ട് ഒരു 1 മന്തോടെ മുന്നോട്ട് പോകും. കാരണം ഇപ്പൊ നമ്മൾ 1/4 സ്പൂൺ വെച്ചാണ് എടുക്കുന്നത്.
നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നോട്ട് ക്വാണ്ടിറ്റി ഒരു 10 ഗ്രാം വെച്ചിട്ട് കറക്റ്റ് അളവിന് 3 നേരമെങ്കിൽ 3 നേരം, 2 നേരമെങ്കിൽ 2 നേരം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓക്കെ അവർക്ക് മനസ്സിലാവും. ഇന്നതാണ്. അപ്പൊ അല്ലാതെ എനിക്ക് ഇത് 10 ഗ്രാം ഭയങ്കര ടേസ്റ്റ് കുഴപ്പമാണ് വിട്ടേരെ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? അങ്ങ് കളയും. അല്ലെങ്കിൽ ആ കസ്റ്റമർ നെഗറ്റീവ് പറയുമ്പോഴത്തേക്കിന് നമ്മൾ പേടിച്ചിട്ട് എന്ത് ചെയ്യും അല്ലേ? അത് അയ്യോ എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സപ്ലിമെന്റ് ആണ്. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ഉപയോഗിക്കേണ്ടതാണ്. നമ്മൾ മാത്രമല്ല, നമ്മള് ബ്രാൻഡ് അംബാസിഡർ ആണ്. നമ്മളെ കണ്ടിട്ട് വേണം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഈ സപ്ലിമെന്റ് ചോദിക്കാനായിട്ട്. നമ്മൾ എപ്പോഴും യങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും നമ്മൾ ഉപയോഗിക്കുന്ന സപ്ലിമെന്റ് അത്ര വാല്യുബിൾ ആണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ക്ലയൻസിന് ഇത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് നിങ്ങൾ കൊടുത്ത് അതിനെ ശീലമാക്കിയിട്ട് ദെൻ അവർ റെഗുലർലി യൂസ് ചെയ്ത് വരുമ്പോൾ റിസൾട്ട് ആവും. അവർ സ്നേഹിച്ചു തുടങ്ങും നമ്മുടെ സപ്ലിമെന്റിന്. അപ്പോൾ സോറിയാസിസ്, വരട്ടുചൊറി, ഗജചർമ്മം. ഇനി കുട്ടികളിൽ കണ്ടുവരുന്ന ഒന്നാണ് എസ്കിമ എന്ന് പറയുന്നത്. എസ്കിമായി ചുമന്ന വട്ടത്തിൽ, അത് ഫുഡിനകത്ത് നിന്ന് വരുന്ന പ്രോബ്ലം ആണ് മെയിൻ ആയിട്ടും. പിന്നെ ചിലർക്ക് ക്ലൈമറ്റ് വെച്ചിട്ട്. അപ്പം എവിടെ കറക്റ്റ് ചെയ്യണം? ഫുഡാണോ അല്ലെങ്കിൽ എന്തുവാണേലും ഗട്ട് കറക്ഷൻ നടക്കണം. ഗട്ട് കറക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് നമ്മുടെ റിവൈറ്റലൈസറും ഹീമോ പ്ലസും അതേപോലെ തന്നെ കഞ്ചീരകവും നല്ലതാ. അപ്പം ഈ ഒരു കോമ്പിനേഷൻ ഇപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ റിവൈറ്റലൈസറും ഹീമോ പ്ലസും കൊടുക്ക് തുടക്കത്തില്. എന്നിട്ട് സ്കിൻ കെയർ പുറമെ പുരട്ടാനും കൊടുത്താട്ടെ. അപ്പൊ അവര് പതുക്കെ ഓക്കെ ആയി വരും. ഒരു 120 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് ന്യൂട്രിവിറ്റയും കൂടെ ആഡ് ചെയ്ത് കൊടുക്ക്. അപ്പോഴത്തേക്കിന് ബോഡി ഓക്കെ ആയി വരാൻ തുടങ്ങും. ഓക്കെ, എപ്പോഴും മനസ്സിലാക്കുക, ഗട്ട് കറക്ഷൻ അലർജിക്ക് വളരെ ഇമ്പോർട്ടന്റ്. അതേപോലെ ക്ലെൻസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ജി ഡി മിക്സ് നല്ലതാ, കഴിക്കാം. അതായത് മെയിൻ ആയിട്ടും ഗട്ടിന്റെ ഒരു പ്രോബയോട്ടിക് കൂടിയാണ് ജി ഡി മിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ റിവൈറ്റലൈസർ ഏറ്റവും സജസ്റ്റീവ് ആണ് എസ്കിമ പോലെയുള്ളതിന്. പിന്നെ അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടല്ലോ, ഈ ഗട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഗ്യാസ്ട്രിക് ഇഷ്യൂസിനാണ് മെയിൻ ആയിട്ടും ജി ഡി മിക്സ് സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. ഗ്യാസ്ട്രിക് ഇഷ്യൂസിന് ഞാൻ ഇപ്പൊ പറഞ്ഞതെല്ലാം അലർജി ബേസ് ചെയ്ത് ചൊറിച്ചില് അങ്ങനെയൊക്കെയുള്ള കേസിനാണ് ഞാൻ പറഞ്ഞത്. അതിന് റിവൈറ്റലൈസർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ജി ഡി മിക്സ് ആഡ് ചെയ്യാം. നമ്മൾ എപ്പോഴും കോമ്പിനേഷൻ സെറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ പാർട്ടും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. എന്ന് വെച്ചാൽ അവർ വേടിക്കണമല്ലോ. തുടക്കത്തിൽ നമ്മളൊരു ബൾക്ക് കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ ചിലപ്പം അവർ വേടിക്കണം എന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് ജി ഡി മിക്സ് ആഡ് ചെയ്യാം കേട്ടോ. ജി ഡി മിക്സ് ഞാൻ ഏറ്റവും സജസ്റ്റീവ് ആയിട്ട് പറയുന്നത് എവിടാന്നറിയോ? അൾസർ, അസിഡിറ്റി, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അതേപോലെ തന്നെ എന്ത് കഴിച്ചാലും വയറിനകത്ത് ഗംഭീരമാണ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് നിർബന്ധമായിട്ട് നമ്മള് കുടലിനകത്ത് പുണ്ണുണ്ടോ എന്ന് ചിലർക്ക് നോക്കണം. അതായത് എൻഡോസ്കോപ്പി അല്ലെ കൊളനോസ്കോപ്പി ഒക്കെ എടുത്ത് നോക്കുമ്പോൾ മുറിവുകൾ വരത്തില്ലേ? ഈ കുടലിനകത്ത് ചെറിയ ചെറിയ മുറിവുകൾ വന്നിട്ട് അവർക്ക് ദഹനം പ്രോപ്പർ അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും സജസ്റ്റീവ് ആയിട്ടുള്ള 2 ഫുഡാണ്. നമ്മുടെ കുറുക്കുമീൻ കൊടുത്ത് ഇന്റേണൽ മുറിവ് കരിക്കുക, ഒപ്പം അതിന്റെ കൂടെ ജി ഡി മിക്സ് കൊടുക്കുക. ഗ്യാസ്ട്രിക് ഇൻഡസ്റ്റൈനൽ പ്രോബ്ലം മാറും, അസിഡിറ്റി അൾസറിന് സൊല്യൂഷൻ ആവും. ഹീമോ പ്ലസ് ആഡ് ചെയ്യണം. ഇപ്പൊ ഒരു വേറൊരു കോമ്പിനേഷൻ കൂടെ ആഡ് ആയി. അപ്പൊ എന്താണ്? ഗട്ട് കറക്ഷൻ ഏറ്റവും നല്ലതാണ് ജി ഡി മിക്സ്. ബട്ട് അത് ഏറ്റവും കൂടുതൽ വരുന്നത് അൾസർ, അസിഡിറ്റി, ഗ്യാസ്ട്രിക് ഇൻഡസ്റ്റൈനൽ ഇഷ്യൂസിന് ഏറ്റവും നല്ലതാ. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഡിസീസ് ബേസ്ഡ് ചൊറിച്ചില്, അലർജി ഇങ്ങനെയുള്ള കേസിനാണ് എന്ത് ആഡ് ചെയ്യാൻ പറയുന്നത്? റിവൈറ്റലൈസർ ആഡ് ചെയ്യാൻ പറഞ്ഞത്. വ്യത്യാസം മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായെങ്കിൽ ഒന്ന് എസ് ഇടണേ. ഓക്കെ. അപ്പോ ഇപ്പൊ ഇങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോൾ നമുക്ക് കോമ്പിനേഷൻ പറയാൻ എളുപ്പമാട്ടോ. ഇനി വേറെ ആർക്കെങ്കിലും ഡിസീസ് ബേസ്ഡ് ആയിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ? നമ്മുടെ സോറിയാസിസുകാർക്കൊക്കെ റിസൾട്ട് കിട്ടിയാലുണ്ടല്ലോ ഭയങ്കരമായിരിക്കും. അതൊക്കെ നമ്മൾ പക്ഷെ തുടക്കത്തിലേ പറയണം ഇന്നതാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് പോവാൻ വേണ്ടിയല്ല, ആ കസ്റ്റമർ നമുക്ക് എന്നും സ്വന്തമായിരിക്കണം എന്നുള്ള രീതിയിൽ വേണം അവരെ ഡീൽ ചെയ്യാൻ വേണ്ടി. ഒരു പ്രൊഡക്റ്റ് പോവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പോയിട്ട് നമുക്ക് പറയാം, അങ്ങനെയല്ല. ഈ കസ്റ്റമർ നമുക്ക് എന്തായി മാറണം? ബിസിനസ്സിൽ കൊണ്ടുവരാൻ പറ്റണം, സ്മാർട്ട്